നമസ്കാരം. കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയുടെ സംസ്കാരം ബെയ്റൂട്ടിൽ നടന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടത്. ഇത്രയും നാൾ ഇയാളുടെ മൃതദേഹം ഒരു താൽക്കാലിക കല്ലറയിൽ സംസ്കരിച്ചിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ. തുടർന്നാണ് ഇപ്പോൾ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ശേഷം സംസ്കരിക്കാൻ തയ്യാറായത്. ഹസൻ നസ്രള്ളയുടെ സംസ്കാര ചടങ്ങിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ പങ്കെടുത്തിരുന്നു. ഹസൻ നസ്രള്ളയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വേളയിൽ ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ താണ് പറക്കുകയും കൂടിയായിരുന്നു. ഇത്തരത്തിൽ വിമാനങ്ങൾ പറക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചത് തീവ്രവാദ സംഘടനകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്ന എല്ലാവരുടെയും ഗതി ഇതായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കാനാണ് തങ്ങൾ ഹസൻ നസ്രള്ളയുടെ സംസ്കാര വേളയിൽ പോർ വിമാനങ്ങൾ പറക്കാൻ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾ അവരുടെ വിലാപയാത്രകൾ ആഘോഷമാക്കുമ്പോൾ ഇസ്രായേൽ എന്നും അവരുടെ വിജയങ്ങളാണ് ആഘോഷമാക്കാറുള്ളതെന്നും കാറ്റ്സ് ചൂണ്ടിക്കാട്ടി. ഹസൻ നസ്രള്ളയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-ന് ബെയ്റൂട്ടിലെ അവരുടെ ഭൂമിക്കടിയിലുള്ള രഹസ്യ താവളത്തിൽ ചർച്ച നടത്തുന്ന വേളയിലാണ് ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ അവരെ ആക്രമിച്ചത്. അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഹസൻ നസ്രള്ളയെയും അനുയായികളെയും അന്ന് ഇസ്രായേൽ വകവരുത്തിയത്. പിന്നീട് ഇയാളുടെ മൃതദേഹം ഹിസ്ബുള്ള തീവ്രവാദികൾ കണ്ടെടുക്കുകയായിരുന്നു. അതേ തുടർന്നാണ് മൃതദേഹം താൽക്കാലികമായി സംസ്കരിച്ചത്. ഹസൻ നസ്രള്ളയുടെ സംസ്കാര ചടങ്ങിൽ അജ്ഞാത കേന്ദ്രത്തിലുള്ള നിലവിലെ ഹിസ്ബുള്ള മേധാവി നയീം ഖാസിമിൻ്റെ സന്ദേശം സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഖ്രാച്ചിയും യമനിലെ ഹൂത്തി മത പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഹസൻ നസ്രള്ളയെയും ഏറ്റവും അടുത്ത അനുയായികളെയും ഇസ്രായേൽ വധിച്ചതോടെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഏതാണ്ട് ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ പുതിയ മേധാവിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്ഥിതിഗതികൾ. നേരത്തെ ലെബനനിൽ വ്യോമാക്രമണം മാത്രമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് എങ്കിൽ ഹസൻ നസ്രള്ളയുടെ വധത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ലെബനനിലേക്ക് നേരിട്ട് കടന്നു കയറി ആക്രമണം നടത്തുകയായിരുന്നു. ഇവിടുത്തെ വീടുകളിലും മറ്റും ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് വൻതോതിലാണ് കണ്ടെടുത്തത്. വീടുകളുടെ അടുക്കളയിലും വരാന്തയിലും എല്ലാം തന്നെ മിസൈലുകളും റോക്കറ്റുകളും എല്ലാം സ്ഥാപിച്ചിരുന്നത് അന്ന് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ഏതായാലും കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ്റെ സംസ്കാര ചടങ്ങിൽ ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ പങ്കെടുത്തത് ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ലെബനനിലും ഇനി തങ്ങളുടെ ആധിപത്യം തുടരാനാണ് ഒരുപക്ഷെ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഹിസ്ബുള്ളയാകട്ടെ നേതൃത്വമില്ലാതെ തീർത്തും നിരാശരായ മട്ടിലാണ് ഇപ്പോൾ അതിൻ്റെ അണികൾ പലരും പ്രവർത്തിക്കുന്നത്. നേരത്തെ പേജറുകൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിലും ലെബനനിലുള്ള നിരവധി ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പലർക്കും കാഴ്ച തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ്.